ബേസിക്കലി ഞാൻ കുറച്ച് നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുമ്പോൾ പോലും എനിക്ക് കുറച്ച് ഹരിതാപയും പച്ചപ്പും ഒക്കെ ഉള്ള സ്ഥലമായിരിക്കണം. വീടാണെങ്കിലും എനിക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായ ഇടവേളകളിൽ പ്ലാന്റ്സ് നടാറുണ്ട്. ഇപ്പൊ റീസെന്റ് അഡോപ്റ്റ് ചെയ്ത ഒരു ഹാബിറ്റ് അല്ല, കുറച്ചധികം നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീസ് പ്ലാസ്റ്റിക് പോലും ഞാൻ സോയിൽ ഇടാൻ ശ്രമിക്കാറില്ല, ശ്രദ്ധിക്കാറുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പൊ ഞാൻ ആദ്യമൊക്കെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതിന്റെ ഈ സ്കിന്ന് അതുപോലെ തന്നെ ഈ സീഡ്സ് ഒക്കെ ഞാൻ വേസ്റ്റിൽ ഡയറക്റ്റ്ലി ഡിസ്പോസ് ചെയ്യാനാണ് പതിവ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്ത ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഈ സീഡ്സിനൊക്കെ, പ്രത്യേകിച്ച് ഈ സീഡ്സ് ഡയറക്റ്റ് വേസ്റ്റിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് പകരം എന്റെ കിച്ചൺ ഏരിയയിൽ ഇതിനായിട്ടൊരു സ്പേസ് ഉണ്ട്, ആ മണ്ണിലേക്ക് ഞാൻ ഇതിനെ എത്തിക്കാറുണ്ട്. ഞാനിപ്പോൾ മെയിനായിട്ട് ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് മണ്ണിലേക്ക് കളയാതെ മാസത്തിലൊരിക്കൽ ഹരിതകർമ്മ സേനയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഓർക്ക് കൈമാറലാണ് പതിവ്. ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും ജൂൺ 5-ന് ചെടികൾ കിട്ടുമായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് നടാറും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പലതും ഇന്നും വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ചെടികൾ നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്സ് വലിച്ചെറിയാതിരിക്കാനും ശ്രദ്ധിക്കാറുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് പ്രകൃതിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ഘട്ടത്തിലാണല്ലോ നമ്മൾ പുതിയ പുതിയ ശീലങ്ങൾ പഠിച്ചെടുക്കുക. അങ്ങനെ എനിക്ക് കിട്ടിയൊരു ശീലമാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത്. അത് ഇപ്പം തുടങ്ങിയതുമല്ല, എന്നാലും ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയതുമല്ല. അതിൻ്റെ ഒരു ഇടക്ക് വെച്ചിട്ട് എനിക്ക് തന്നെ തോന്നിയതാണ് ഇങ്ങനെ ഞാൻ തന്നെ വലിച്ചെറിഞ്ഞിട്ട് ഞാനും ഭൂമിനെ ഇതാക്കണ്ട എന്നുള്ളൊരു തോട്ടിലാണ് ഞാനും വലിച്ചെറിയൽ ഒരുപാട് നിർത്തിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇപ്പോഴും വലിച്ച് എറിയുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പ്ലാസ്റ്റിക് വലിച്ചെറിയാതെ ശ്രമിക്കുന്നു. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളായിട്ട് ശീലങ്ങൾ ഉണ്ടാവും. ഇപ്പം വീട്ടിനകത്ത് അച്ഛനമ്മമാർ നമ്മളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കും. അപ്പം ഒരു നല്ല ശീലത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ച കാര്യമാണ് പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ളത്. കുറെ കാലങ്ങളായിട്ട് നമ്മുടെ വീട്ടിനകത്ത് ഒരു പ്ലാസ്റ്റിക്കും കവറും കാര്യങ്ങളും ഉണ്ടാവാറില്ല. അത് ഇപ്പം ഹോട്ടലിൽ നമുക്ക് പ്ലാസ്റ്റിക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു പേപ്പർ കവറിലാണ് നമ്മൾ വാങ്ങിക്കാറ്. അപ്പം പ്ലാസ്റ്റിക് മൊത്തമായിട്ട് ഒഴിവാക്കുന്ന രീതിയിലാണ് നമ്മൾ പോകാറ്.